Namaste. Pittapilli Agencies Janasabha presented by Intel Money, cooperated by Lake Roll Car Shampoo. ജനസഭയിലേക്ക് ലോകമെങ്ങുമുള്ള ജനം ടിവിയുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ജനസഭ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ കഞ്ചിക്കോട്ടാണ് ജനസഭ ചേരുന്നത്. സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ അതികായൻ സാക്ഷാൽ VS അച്യുതാനന്ദന്റെ സ്വന്തം മണ്ഡലം മലമ്പുഴ. VSന് മുമ്പും കരുത്തരായ ഇടതുപക്ഷത്തെ പ്രമുഖർ പ്രതിനിധാനം ചെയ്ത മലമ്പുഴ മണ്ഡലം, അന്നും ഇന്നും VIP മണ്ഡലം. VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവ്, ഏറ്റവും ഒടുവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വഹിച്ച പദവികൾ, അലങ്കരിച്ച പദവികളേറെയാണ്. ആ പദവികളുടെ പ്രയോജനം സ്വന്തം മണ്ഡലമായ മലമ്പുഴയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? മലമ്പുഴ നിയോജക മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ VS അച്യുതാനന്ദൻ അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പ്രധാനമായും ജനസഭ ഇന്ന് കഞ്ചിക്കോട്ട്. ഒപ്പം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവിധ വിഷയങ്ങൾ ഈ ചർച്ചയിൽ പ്രതിപാദിക്കപ്പെടും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. ശ്രീ നന്ദകുമാർ, യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, NDAയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നന്ദകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ രതീഷ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, UDFന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. രതീഷിനെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ കഞ്ചിക്കോട്ടെ മുഴുവൻ നാട്ടുകാരെയും വോട്ടർമാരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോവുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തെ കരുത്തർ ഒരുപാട് കാലം പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ്. ഏറ്റവും ഒടുവിൽ VS തുടർച്ചയായി പ്രതിനിധീകരിക്കപ്പെടുന്നു മലമ്പുഴയെ. ഇതിൻ്റെ പ്രയോജനം മലമ്പുഴയ്ക്ക് എത്രത്തോളം ലഭിച്ചിട്ടുണ്ട്? മലമ്പുഴ നിയോജക മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ, ഈ മണ്ഡലമുണ്ടായതിനു ശേഷം ഇന്നുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചിട്ടുള്ളത്. ആ നേതാക്കന്മാരെല്ലാം ഈ മലമ്പുഴ നിയോജക മണ്ഡലത്തെ പൊന്നുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള ജനപ്രതിനിധികളാണ് VSും ശിവദാസ മേനോൻ, EK നയനാർ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരാകെ ഈ മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനസഭയ്ക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് അവശേഷിക്കുന്ന കാര്യം? ആ അവശേഷിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ ഇനി ജയിക്കാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള പ്രഭാകരൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ നിർവഹിക്കും. അതോടൊപ്പം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി നടപ്പിലാക്കി വികസന പ്രവർത്തനങ്ങൾ 600 കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ആ 600 കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കുമുണ്ട്. അത് BJPയിൽ വിശ്വസിക്കുന്ന വോട്ടർമാർക്കുണ്ട്, UDFൽ വിശ്വസിക്കുന്ന വോട്ടർമാർക്കും പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി കേരളത്തിലെ MLAമാരെ തെരഞ്ഞെടുക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്തെത്തി മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണയാണ് അവർ നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും നേമത്ത്. BJPയുടെ ഈ വളർച്ച മലമ്പുഴ ഇത്തവണയും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിന് എന്തെങ്കിലും ഇളക്കം തട്ടാൻ സാധ്യതയുണ്ടോ? ഒരിളക്കവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തട്ടാൻ ഒരു സാധ്യതയും ഇന്ന് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചും തറപ്പിച്ചും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഒന്ന്, UDF ദുർബലനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് 2016-ൽ BJPക്ക് ഇവിടെ 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അതുണ്ടായില്ല എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കുന്നു. ശരി, ശ്രീ നന്ദകുമാർ, ഇവിടെ ഇനി ചെയ്യാൻ ഒന്നും ബാക്കിയില്ല എന്നാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് അവകാശപ്പെടുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ
ഇവിടെ പറഞ്ഞോളൂ, ഞങ്ങളത് വീണ്ടും ചെയ്യാൻ തയ്യാറാണ് എന്നുകൂടി പറയുന്നു. ഈ അവകാശവാദത്തോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ BJP? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തി. ഇത്തവണ എന്താണ് പ്രചാരണ ചണ്ട? 1965 രൂപീകരിച്ച ഈ മണ്ഡലം നമുക്ക് പറയാൻ സാധിക്കും വളരെയധികം. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം VVIP മണ്ഡലം എന്നാണ് മലമ്പുഴയെ പറയുന്നത്. ഞാൻ ഈ VVIP പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുകളെല്ലാം ചിരിക്കുക. എന്ത് VVIP ആണ് ഇവിടെ ഉള്ളത് നമുക്കറിയില്ല. VVIPകൾ മത്സരിച്ചു ജയിച്ചു പോയി. 2 മുഖ്യമന്ത്രിമാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. 2 പതിറ്റാണ്ട് കാലം ബഹുമാനപ്പെട്ട VS ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ഈ 2 പതിറ്റാണ്ട് കാലം VS ഇവിടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് വികസന സാധ്യതകളുള്ള മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ആ വികസന സാധ്യതകളൊന്നും ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല അടിസ്ഥാനപരമായ പല വികസനങ്ങൾക്കും നേരെയും കണ്ണടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 2, കഴിഞ്ഞ 5 വർഷം എന്തായിരുന്നു നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. MLAയുടെ പ്രതിനിധിയോട് സങ്കടം പറയേണ്ട അവസ്ഥയാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ ആളുകൾ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം ശരിയാക്കി തരാം. അതാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ പറഞ്ഞോളൂ എന്തൊക്കെയാണ് ശരിയാക്കാനുള്ളത്. ഇവിടെ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി അതിഭൂരിപക്ഷത്തോടുകൂടി ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഹൃദയപക്ഷത്ത് നിന്നുകൊണ്ട് ജയിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ വികസനം ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നും മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ എലപ്പുള്ളി പോലെയുള്ള പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും മുണ്ടൂര് മുതൽ വാളയാറ് വരെയുള്ള നമ്മുടെ ഓരോരുത്തരും ആ കാട്ടാന ശല്യം കൊണ്ട് രാത്രി മനം വിട്ടുറങ്ങാൻ ഇപ്പോഴും സാധാരണക്കാരായ ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല. അകത്തേത്തറ മേൽപ്പാലം, അവിടെ പൊലിഞ്ഞു വീണ ജീവൻ, അവരുടെ കുടുംബത്തിനോട് ഏത് ഭാഷയിലാണ് ഇവിടെ പ്രതിനിധീകരിച്ച ആളുകൾ, LDFൻ്റെ ആളുകൾ മാപ്പ് പറയുക? എത്ര വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ? കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ വേണ്ടി VS അകത്തേത്തറക്കാരോട് പോയി പറഞ്ഞത് എന്താ അറിയോ? 6 മാസം കൊണ്ട് അകത്തേത്തറ നടക്കാവും മേൽപ്പാലം വരുമെന്നാണ് പറഞ്ഞത്. 6 മാസം ആയിട്ടില്ല എന്നാണോ അവർ പറയുന്നത്? അതോ ആരെയാണ് ഇവർ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പാലം വന്നിട്ടില്ല. ഇപ്പോഴും പാലം വന്നിട്ടില്ല. ശരി, അപ്പൊ ചെയ്യാൻ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഏറെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പുറംതിരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഈ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെത്തിക്കാൻ ചങ്കുറപ്പുള്ള ആർജവമുള്ള വികസന സ്വപ്നങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുക. അതിഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ചു വരുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശരി ശരി, അതാണ് BJPയുടെ ആത്മവിശ്വാസം. ശ്രീ രതീഷ്, UDFന് ആ ആത്മവിശ്വാസം പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് മലമ്പുഴയിൽ ഉണ്ടോ? കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പോയി എന്ന ചീത്തപ്പേരൊപ്പമുണ്ട്. പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഇത്തവണ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി. AV ഗോപിനാഥ് അടക്കമുള്ളവർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു നിൽക്കുകയാണ്. മലമ്പുഴയിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് കരുത്തു വർദ്ധിപ്പിക്കുന്ന ഘടകമെന്താണ്? മലമ്പുഴയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരുത്ത് ഈ 20 വർഷക്കാലമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനും MLAയുമായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി MLAയുടെ ചാർജ് ഏറ്റെടുത്ത് വഹിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തി ഏകോപിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഭാകരേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്രഭാകരേട്ടൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ അക്കരയിൽ ഉൾപ്പെടെ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കരയിൽ ഡാമോടുകൂടി ചേർന്നിട്ടുള്ള പ്രദേശങ്ങളടക്കം അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം.
ആ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഇത്രയും കാലത്ത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം. അതുമാത്രമല്ല, കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ തകർച്ച, ഇന്നാട്ടിലെ ഇവിടെയുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഈ സ്ഥാപനങ്ങളിൽ ഒരു നിരന്തരമായിട്ടുള്ള ജോലി ഇല്ലാത്തൊരവസ്ഥ, മലബാർ സിമന്റ്സിൽ പിൻവാതിൽ വഴി നിയമനം നടത്തിയ അവസ്ഥ, ഗ്രാമലക്ഷ്മി മുദ്രാലയത്തിൽ ബന്ധുക്കൾക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തിയ അവസ്ഥ, ഇവിടെ ഒരു MLA കാണാൻ കഴിയാതെ ഇന്നാട്ടിലെ ആളുകൾ തൊട്ടടുത്ത അസംബ്ലിയിൽ സ്റ്റേറ്റ്മെന്റിലുള്ള MLA-മാരെ പോയി കണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള താക്കീതും തിരിച്ചടിയും നൽകുവാൻ മലമ്പുഴയിലെ മതേതര മനസ്സുള്ള ജനാധിപത്യ വിശ്വാസികൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് എനിക്ക്. എന്തുകൊണ്ടാണ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്? അതിദയനീയമായി കഴിഞ്ഞ തവണ അതിദയനീയമായി പിന്തള്ളപ്പെട്ടു പോയി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും, ഈ എല്ലാ മതേതരത്വം എല്ലാവരും പറയുമെങ്കിൽ പോലും, ജാതിയും മതവും വർണ്ണവും വർഗവുമെല്ലാം ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കുന്ന മതതീവ്രവാദം വിഷം തുപ്പുന്ന തരത്തിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന തരത്തിലുള്ള പ്രവർത്തനം, അങ്ങനെ ഒരു വർത്തമാനം അടിച്ചുവിട്ട് ഈ നാട്ടിൽ UDF-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായിരുന്നു VS ജോയ്. നല്ല മിടുക്കനും കരുത്തനുമായിരുന്നു. അദ്ദേഹത്തെ ജാതി പേര് പറഞ്ഞ് അദ്ദേഹത്തെ അവഹേളിച്ച് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ മാന്യതയെ തകിടം മറിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വന്നത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്നു എന്ന കാര്യങ്ങളും. ശരി, മലമ്പുഴയിൽ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നാണ് CPM-ന്റെ അവകാശവാദം. ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മലമ്പുഴയിലെ ജനങ്ങൾക്ക്, ഈ വ്യവസായ മേഖലയായ കഞ്ചിക്കോട്ടെ പ്രബുദ്ധരായ വോട്ടർമാർക്ക്, ഈ 3 മുന്നണി പ്രതിനിധികളോടും എന്താണ് ചോദിക്കാനുള്ളത്? ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് അതിവേഗം തിരിച്ചെത്താം ആദ്യ ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചെത്തുകയാണ് വീണ്ടും മലമ്പുഴയിലേക്ക്, കഞ്ചിക്കോട്ടേക്ക്, ജനസഭയിലേക്ക്. ഇനി വോട്ടർമാർക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ആദ്യ ചോദ്യം ആരാണ്? ചോദിക്കും. എൻ്റെ ഒരു വിജയകൃഷ്ണൻ, ഞാൻ കഞ്ചിക്കോട് തന്നെയാണ്. എനിക്ക് BJP-യുടെ പ്രതിനിധിയായിട്ടാണ് ചോദിക്കാനുള്ളത്. അതായത് ഇത്രയും കാലം, കുറേ കാലം ജനസഭ പോലുള്ള പല പരിപാടികളിൽ ഞാൻ LDF-നും UDF-നോട് ചോദിച്ചു, കിട്ടാത്ത ഒരു കാര്യമാണ് BJP ഭരണത്തിൽ വന്നാൽ എന്ത് നടപ്പിലാക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് കഞ്ചിക്കോട് വ്യവസായമല്ല, ഞാനൊരു ഫാക്ടറിയിൽ പെപ്സി കമ്പനി പറയുന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ആ കമ്പനി ഒരു തൊഴിൽ പറഞ്ഞ 1 വർഷക്കാലമായി ശമ്പള വർദ്ധന നടപ്പാക്കാത്തതിൻ്റെ പേരിൽ 48 മണിക്കൂർ ഉപവാസ സമരം ചെയ്തതിൻ്റെ പേരിൽ തൊഴിലാളികളെ പുറത്താക്കുകയും സമര രീതിയിലേക്ക് വരികയും ചെയ്തതാണ്. ഇത്ര 1 വർഷവും 1 മാസവും പിന്നിട്ടിട്ടും ഇന്ന് വരെ കേരളത്തിലെ ഒരു മന്ത്രിയോ ലേബർ മിനിസ്റ്ററോ ഒരു മുഖ്യമന്ത്രിയോ ഒരു കാര്യം ഇടപെട്ടിട്ടില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായിട്ട് ഇരിക്കുന്നത്. ഇവിടെ വികസനം കൊണ്ടുപോകുമ്പോൾ ചെയ്തു പറഞ്ഞു. ഞങ്ങൾ ആരോട് പോയിട്ടാണ് പറയേണ്ടത്? അതിനകത്ത് 3 ട്രേഡ് യൂണിയനിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാ നേതാക്കന്മാരും ഉണ്ട്. കേരളത്തിൽ പല കമ്പനികൾ ഇതുമാതിരി പൂട്ടിപ്പോയിട്ടുണ്ട്. എന്ത് വികസനമാണ്, എന്ത് നയമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? BJP വന്നാൽ എന്ത് നയം എടുക്കുമെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത്, ഇന്ന് ഇവിടെ വികസനങ്ങൾ, നല്ല വികസനങ്ങൾ ചെയ്തു പറഞ്ഞു. ഇവിടെ സാധാരണപ്പെട്ട തൊഴിലാളികളുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ മലമ്പുഴയിൽ ഉണ്ടാവുന്നത്. ഇവർക്ക് ഇന്ന് 12ാം ക്ലാസ്, ഈ പറയുന്ന 12ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ മേലെ പഠിക്കാൻ പോകണമെങ്കിൽ ഇവിടുന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് തമിഴ്നാട്ടിലേക്ക് പോകണം. ആയിരക്കണക്കിന് ബസ്സാണ് ഒരു ദിവസം വരുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വർഷം 65 കഴിഞ്ഞിട്ട് ഒരു പുതിയതായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരെ ഇന്ന് വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇവിടെ BJP-യുടെ പ്രതിനിധി വന്നാൽ, കേരളം ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ശരി, ഒരു വിഷയം കൂടെ. മൂന്നാമത്തെ ഒരു വിഷയമാണുള്ളത്. നമ്മളെ ഈ പറയുന്ന ഇവിടെ സംവരണം പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സംവരണം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതായത് മത അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് വരെ LDF UDF മത അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നത്. BJP വന്നാൽ ഇതുവരെ മത അടിസ്ഥാനത്തിലാണ് കൊടുക്കുക എന്നുള്ളത് കൂടെ ഒന്ന് പറയണം. ശരി, BJP-യുടെ പ്രതിനിധിയോടാണ് ചോദ്യമെങ്കിലും ഞാൻ ആദ്യം ഒന്ന് സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോവുകയാണ്. ഈ തൊഴിൽ മേഖലയിലെ തകർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് കഞ്ചിക്കോടാണല്ലോ നമ്മൾ ഈ ജനസഭ ചേരുന്നത്, എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ മറുപടി കേട്ടതിന് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് പോകാം. ഈ ചോദ്യത്തിനാണ്. അതെ, UDF 5 കൊല്ലം ഈ കേരളം ഭരിക്കുമ്പോൾ കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്കകത്തെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കിടക്കുകയായിരുന്നു. അന്ന് CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, അന്നിവിടെ ഇപ്പോൾ സംസാരിച്ച സുഹൃത്ത് BMS-ന്റെ യൂണിയൻ്റെ ആളാണെന്ന് കരുതുന്നു. അയാൾ ഉൾപ്പെടെയുള്ള BMS യൂണിയൻ്റെ ആളുകൾ ഉൾപ്പെടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CIT യോജിക്കാവുന്ന ട്രേഡ് യൂണിയനുകളെല്ലാം സംയുക്തമായി നടത്തിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്കകത്ത് പൂട്ടിക്കിടന്ന വ്യവസായ സ്ഥാപനങ്ങൾ തുറപ്പിച്ചു.
മാത്രമല്ല ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. വ്യവസായ വകുപ്പ് എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി. ഇവിടെ കുടിവെള്ള പ്രശ്നമാണ് ചൂണ്ടിക്കാണിച്ചത്. ആ കുടിവെള്ള പ്രശ്നം മലമ്പുഴ വെള്ളം ഇവിടെ എത്തിച്ചുകൊണ്ടത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു. നിലവിൽ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചു. മാത്രമല്ല ഇവിടെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടി എത്തുന്നത് കേരളത്തിലേക്കാണ്. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ഇവിടെ തൊഴിലാളികൾ തൊഴിൽ തേടി എത്തുന്നു. ഉത്തർപ്രദേശിൽ ഒറോട്ടയടിക്കാനാണെങ്കിലും എന്തടിക്കാനാണെങ്കിലും അവിടെ കഴിയുന്നില്ലല്ലോ എന്നതുകൊണ്ടാണ് അവിടെ ഒന്നും കിട്ടുന്നില്ല. ശ്രീബോസ്, ഇവിടെ VS ആണ് MLA, പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, ഇടതുപക്ഷം ഭരിക്കുന്നു. അതിന്റെ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിനകം ഈ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളടക്കം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം താങ്കൾക്കുണ്ട്. ശരിയാണല്ലോ അല്ലേ? പിന്നെന്താ? ശരി. ശ്രീ നന്ദകുമാർ, ഇനി ആ ചോദ്യത്തിനുള്ള മറുപടി. ഒന്ന്, ഒരു കാര്യത്തിൽ വാക്ക് തരികയാണ്. നിലവിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. വ്യാവസായിക മേഖലകൾക്ക് വലിയ ഒരു കൈത്താങ്ങാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന് ഇപ്പോഴും നടപ്പിലാക്കി വരുന്നത്. ഈ പറയുന്ന കഞ്ചിക്കോട് വ്യാവസായിക കേന്ദ്രം, ആ വ്യാവസായിക മേഖലയിൽ തന്നെ ഇന്ന് വ്യാവസായിക ശവപ്പറമ്പാക്കി മാറ്റിയത് ഈ മാറി വന്ന 2 സർക്കാരുകളാണ്. യാതൊരു തരത്തിലുള്ള ഒരു കൈ പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് എല്ലാ ഈ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളെല്ലാവരും അടക്കമുള്ള മുഴുവൻ ഇത് പൂട്ടുന്നത് എല്ലാവരും കേരളത്തിൽ നിന്ന് മാറി, അതായത് വാളയാർ അതിർത്തി വിട്ട് കോയമ്പത്തൂർ എങ്ങനെയാ ഫാക്ടറി തുടങ്ങുന്നത് അല്ലെങ്കിൽ വ്യാവസായിക മേഖല തുടങ്ങുന്നത്? അവിടെ സൗകര്യം എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ കേരള സർക്കാരിൻ്റെയാണ് പ്രശ്നം. മാറി വന്ന സർക്കാരുകൾ ഈ വ്യാവസായിക മേഖലയ്ക്ക് വലിയ പിന്തുണ കൊടുക്കാത്തതാണ് ഇതിൻ്റെ ഒരു തടസ്സം. അതിന് BJP ആണ് ഇവിടെ പ്രതിനിധീകരിക്കണമെങ്കിൽ BJPയുടെ സർക്കാർ കേരളത്തിൽ വന്നാൽ 100% ഉറപ്പു തരുന്നു, വ്യാവസായിക മേഖലയെ സംരക്ഷിക്കും. 1. 2, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇവിടെ വലിയൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു മുൻകരുതലും അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കവും കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. നമ്മളെല്ലാവരും കേരളത്തിൽ പഠിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരികളായ നമ്മുടെ കുട്ടികളെല്ലാവരും ഒന്നില്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഈ പറയുന്ന സ്ഥലങ്ങളിൽ മൈസൂർ, ഇവിടെ പോയിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിലില്ല? ഇത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് BJPയുടെ ഒരു സർക്കാർ ഇവിടെ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരിക്കലും പുറത്തേക്ക് പോകേണ്ടി വരില്ല. അടുത്ത കാര്യം, സംവരണത്തിൻ്റെ കാര്യം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വന്നാൽ ആദ്യം മുൻകൈ എടുക്കുക സാമ്പത്തിക സംവരണത്തിനായിരിക്കും. സാമ്പത്തിക സംവരണത്തിന് ഞങ്ങൾ വലിയ മുൻകൈ എടുക്കും. അടുത്തൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ഉത്തർപ്രദേശത്തു നിന്നും അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചിക്കോട് മേഖലകളിൽ പണിയെടുക്കാൻ വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്, BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ആ വരുന്നത് മുഴുവൻ ആ വ്യാവസായിക സംരംഭത്തിൻ്റെ തലയിലിരിക്കാനാ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാ വരുന്നത്, സാധാ തൊഴിലാളിയായിട്ടല്ല. ഇവിടെ കേരളത്തിലെ ഇവിടുത്തെ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ ബാംഗ്ലൂരിൽ പോവുക, ബാംഗ്ലൂരിൽ തൊഴിൽ അന്വേഷിച്ച് പോവാ. ഇവിടെ അവരെ ഒരിക്കലും സംരക്ഷിക്കുന്നില്ല. മുഴുവൻ സ്ഥലങ്ങളിലും കേരളത്തിലെ മുഴുവൻ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ എവിടെയാണ് അവർ തൊഴിലെടുക്കുന്നത്? IT നഗരമായ ബാംഗ്ലൂര്, ബോംബെ, ഡൽഹി, കൽക്കട്ട എന്നീ സ്ഥലങ്ങളില്ല. ഇവിടെ എന്താ ഇല്ല? ഇവിടെ തൊഴിലില്ലാത്തോണ്ടാ. ബാക്കിയുള്ള ഞാൻ പറയട്ടെ, ഇവിടെ റെയിൽവേയില് മറ്റ് സ്ഥലങ്ങൾ മുഴുവൻ ഹെഡ് ഓഫ് ദി ഞാൻ പറഞ്ഞു. അതായത് അല്ല, MBA കഴിഞ്ഞ എന്റെ സുഹൃത്ത് ഇപ്പോഴും ഒരു പണിയില്ലാണ്ട് ചായക്കടയും തട്ടുകടയും ആയി നടക്കുന്നുണ്ട്.
അത് മോശം തൊഴിലല്ല എന്നല്ല പറയുന്നത്. ശരി. പക്ഷേ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് ശരി നിവൃത്തികേടുണ്ട്. ശരി, അടുത്ത ചോദ്യം ആരാണ്? ചോദ്യം BJP കാൻഡിഡേറ്റിനോട്. ഒറ്റ മിനിറ്റ് BJP അതെ, കാൻഡിഡേറ്റ് അല്ല ഒരു മിനിറ്റ്. അല്ല, ഈ UDF-ഉം ഇടതുപക്ഷവും മാറി മാറി ഭരിച്ചത് കൊണ്ടാണ് കഞ്ചിക്കോട് വ്യവസായ മേഖല ശവപ്പറമ്പായത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ശവപ്പറമ്പായത് അത് പറയുമ്പോ ഇവിടുത്തെ BMS-ഉം ഇവിടുത്തെ CIT-യും ഇപ്പൊ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ കഞ്ചിക്കോട് വ്യവസായ മേഖലക്കകത്ത് എത്ര സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും കൂടി ഒക്കെ പറയണ്ടേ? ശരി, പറയട്ടെ, അതൊക്കെ പറയണം. പാറ്റ്സ്മിൽ ഉൾപ്പെടെ ഇവിടെ ഏതൊക്കെ പെപ്സി ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും ഇവിടെ തൊഴിലാളികൾക്ക്, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഓരോ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിൽ പോയി നോക്കണം, ആ വണ്ടിയുടെ ക്യൂ, അതൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്തത് കൊണ്ടാ. പിന്നെ പറഞ്ഞത് ഇവിടുത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ ഇവിടെ ഒന്നും ജോലിയില്ല, ഒക്കെ ബാംഗ്ലൂരും മറ്റും പോകുന്നു, അന്യസംസ്ഥാനത്തിലെ ആളുകൾ ഇവിടെ വരുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലാണെന്നാണ്. ഇവിടത്തെയുള്ള ബാർബർ ഷോപ്പിലോ ഇവിടുത്തെ ടൈൽ ഷോപ്പിലോ പോയി ചോദിച്ചാൽ മതി, അവരിവിടുത്തെ പറയാത്ത ബംഗാളി മുതൽ ഇവിടെ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ്. അതായത് അതിന്റെ അർത്ഥം ഇവിടുത്തെ ഇരുമ്പുരുക്ക് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും BJP ഭരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾ അടിമകളെ പോലെ ഇവിടെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളായി മാറ്റിയത് ഇവിടുത്തെ അടിമകളെ പോലെ എന്ന പരാമർശം പിൻവലിക്കണോ? അടിമകളെ പോലെ എന്ന പരാമർശം പിൻവലിക്കണോ? അടിമകളെ പോലെ തന്നെയാണ്. പറയട്ടെ, അടിമകളെ പോലെയാണോ അവരെ പരിഗണിക്കുന്നത്? പറയട്ടെ ശ്രീ ബോസ് പറയട്ടെ. ചേട്ടാ മൈക്ക് തരാം, അവര് പറഞ്ഞു തീർക്കട്ടെ. ഈ വാക്ക് പിൻവലിക്കണം. UDF-ന്റെ മെമ്പർ അത് പിൻവലിക്കണം. കാരണം നമ്മളിവിടെ കേരളത്തിൽ മലയാളികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നവരാണ്. BJP-യോ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ മറ്റ് പാർട്ടികളൊന്നും ഒക്കെ ഇവിടെ കേരളത്തിലെ എല്ലാ വരുന്ന തൊഴിലാളികളെയും ഇവിടെ ആരും ആട്ടിയോടിക്കാറില്ല. അവരെയെല്ലാം സംരക്ഷിക്കുന്നവരാണ് മലയാളികൾ. ഇവിടെ അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. അവരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ അപ്നാഗർ എന്ന സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നു. അവിടെ നല്ല നിലയിൽ താമസിക്കണം. നിങ്ങൾ കോൺഗ്രസ് ആണ് പറയേണ്ടത്. വ്യവസായ വകുപ്പ് VS അച്യുതാനന്ദൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും താങ്കൾ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അടുത്ത ചോദ്യം ചോദിക്കൂ. എനിക്ക് BJP-യോടാണ് ചോദിക്കാം, BJP-യോടും കോൺഗ്രസിനോടും ചോദിക്കാനുള്ളത്. ഇവിടെ ഈ മണ്ഡലത്തിലെ വികസനത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യ രാജ്യത്ത് ഈ കോവിഡ് കാലത്ത് പോലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അംബാനിക്കും അദാനിക്കും ബഹിരാഷ്ട്ര ഭീമന്മാർക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ്. കഞ്ചിക്കോട്ടിലെ BML, കോലാറിലെയും മൈസൂരിലെയും ബാംഗ്ലൂരിലെയും ഉൾപ്പെടെ BML 56,000 കോടി രൂപയുടെ ആസ്തിയുള്ള BML എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഷെയറുകൾ 220 കോടി രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുള്ളത്. അതാണോ ഈ നാട്ടിൽ കൊണ്ടുവരുന്ന, ഈ മണ്ഡലം കിട്ടിയാൽ കൊണ്ടുവരുന്ന വികസനം? അതേപോലെ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 350 രൂപയ്ക്ക് പാചകവാതകം കൊടുക്കുന്ന കാലത്ത് ഇപ്പോ 850 രൂപയാണ് പാചകവാതകത്തിന്. നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മലമ്പുഴ മണ്ഡലത്തിലല്ല, ഇന്ത്യ രാജ്യത്തിലെ 545 ലോക്സഭാ മണ്ഡലത്തിലെയും ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുമ്പോ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്ന് പറയാൻ നാണമില്ലേ? പെട്രോളിന്റെയും ഡീസലിന്റെയും വില നന്ദകുമാർ പറയട്ടെ. പെട്രോളിന്റെയും ഡീസലിന്റെയും വില പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിൽ ഇന്ധന വില വർധനയിൽ പെട്രോളിന്റെയും ഡീസലിന്റെ വില മറ്റേ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുത്തപ്പോ അത് കോൺഗ്രസ് ആണ് വിട്ടുകൊടുത്തത്. പെട്രോളിന്റെ കോൺഗ്രസ് വിട്ടുകൊടുത്തു, ഡീസലിന്റെ BJP വിട്ടുകൊടുത്തു. ഇങ്ങനെ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും എണ്ണ കമ്പനികളെയും ഈ രാജ്യത്തെ കുത്തകൾക്ക് തീരെഴുതി ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിടുന്ന ഇവരാണോ ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നത്? പറയട്ടെ. ആദ്യം നന്ദകുമാർ പറയട്ടെ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിൽ ഒപ്പം ഇന്ധന വില വർധനയിൽ നിങ്ങളുടെ നയമെന്ത്? നരേന്ദ്രമോദി സർക്കാർ
ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ 2014 അധികാരത്തിൽ വരുമ്പോൾ 2.5 ലക്ഷം കോടി രൂപ കടമാണ് ഇന്ധനം വാങ്ങിയതിന്റെ പേരിൽ, ക്രൂഡ് ഓയിൽ അന്യരാജ്യത്ത് നിന്ന് വാങ്ങിയതിന്റെ പേരിൽ. പറയട്ടെ ചേട്ടാ, പറയട്ടെ. ഞാൻ മൈക്ക് തരാം. പറയട്ടെ. അല്ല ഒരു മിനിറ്റ് മുഴുവൻ പറയട്ടെ. ഞാൻ പറഞ്ഞു തീരട്ടെ പ്ലീസ്. ഒരു മിനിറ്റ്. പറഞ്ഞു തീരട്ടെ പ്ലീസ്. ബഹളം വെക്കല്ലേ ചേട്ടാ, ബഹളം വെക്കല്ലേ. ചോദ്യത്തിന് മറുപടി പറയട്ടെ. നന്ദകുമാർ കംപ്ലീറ്റ് ചെയ്യൂ. ആ 2.5 ലക്ഷം കോടി രൂപയുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ചതിന് മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ. ചോദിച്ച ചോദ്യത്തിന് മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ. പ്ലീസ് ഇരിക്കൂ. നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോവാം. പ്ലീസ് ബഹളം വെക്കല്ലേ. നന്ദകുമാർ പറയൂ. യെസ് പറയൂ നന്ദകുമാർ. ഇന്ന് പ്ലീസ് ബഹളം വെക്കല്ലേ. പ്ലീസ് ഇരിക്കൂ. ഇനിയും ഉണ്ട് സമയം. പ്ലീസ് നന്ദകുമാർ കംപ്ലീറ്റ് ചെയ്യൂ. പറയൂ. അങ്ങനെ പറയൂ. പറയട്ടെ. ആ കടക്കാരനായി കയറി വന്ന പ്രധാനമന്ത്രി ഇന്ന് ഈ മെയ് മാസം കഴിയുന്നതിന് മുമ്പ് അതും ആ കടങ്ങൾ മുഴുവൻ വീട്ടാൻ പോവുകയാണ്. അതായത് ഇന്ന് വരെ കടം വാങ്ങി മാത്രം ശീലമുള്ള ഭാരതം അത് തിരിച്ച് അടച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അതിലേക്ക് വരണ്ടേ. 6 വർഷം 6 വർഷക്കാലമായിട്ടേ ഉള്ളൂ BJP ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല 6 വർഷമായിട്ടേ ഉള്ളൂ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് വിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിന് മുമ്പേ വിറ്റിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അല്ല ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർ പുതിയ മേഖലയായി മുന്നോട്ട് വരുമ്പോൾ അവരെ സഹായിക്കുക എന്ന നയമാണ് നിൽക്കുന്നത്. കച്ചവടം BJPയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് തയ്യാറല്ല, അല്ലെങ്കിൽ അവരുടെ നയമല്ല എന്ന് ആദ്യം പറയാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അടുത്തത്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പെട്രോളിനെയും ഡീസലിനെയും പറഞ്ഞു. പെട്രോളിനെയും ഡീസലിനെയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്ത ഈ പെട്രോളിനെയും ഡീസലിനെയൊക്കെ വില കുറയ്ക്കണമെങ്കിൽ ആകെ നമുക്കുള്ളൊരു കാര്യം അത് GSTയിൽ ഉൾപ്പെടുത്തുക എന്നാണ്. അപ്പോ ഞാൻ പറയട്ടെ അങ്ങനെ GST പറയട്ടെ. ഒരു മിനിറ്റ് ഉൾപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാ. അപ്പോ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങളുടെ പ്രതിനിധിയാണ് നന്ദകുമാർ. അയാളത് പറഞ്ഞു തീർക്കട്ടെ പ്ലീസ്. അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ GST കൗൺസിലിലെ ഐക്യകണ്ഠേനമായ തീരുമാനമാണ്. അതില് എല്ലാ മുഖ്യമന്ത്രിമാരും ധനമന്ത്രിമാരൊക്കെ ഉണ്ട്. അതില് GSTയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ 2 സംസ്ഥാനങ്ങളിൽ, ഒന്ന് കേരളം, ബംഗാളാണ്. അവരത് നയം മാറ്റി വരട്ടെ. ഒരു മിനിറ്റ്. നയം മാറ്റി വരുന്ന സമയത്ത് 100% GSTയിൽ ഉൾപ്പെടുത്തും. കേരളത്തിന് കിട്ടേണ്ട എല്ലാ വിഹിതങ്ങളും തിരിച്ചു തരും. ചോദിച്ചാൽ പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എങ്കിൽ ആ കർഷകർ ഒരു മാസം 100 ദിവസമായി കിടക്കും. ഒരു സമരം തീർക്കപ്പ. ഞങ്ങളെ മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭ പ്രമേയം പാസാക്കി. നിങ്ങൾ ആ സമരം തീർക്കുവോ? അല്ല, നിങ്ങൾ അത് തീർക്കാൻ പറ്റുമോ? അല്ല, വളരെ നൂറുകണക്കിന് ആളുകൾ 300 ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. ന്യായമായ സമരം അല്ല, എന്ത് നിങ്ങൾ തീർക്കുന്നില്ല? ഞങ്ങൾ വളരെ നല്ലതാണ്. ആ കർഷക സ്നേഹം കൂടിയപ്പോഴാണ് ബംഗാളിലെ സിംഗൂരില് എന്താ സംഭവിച്ചെന്ന് അറിയാലോ? കർഷക സ്നേഹം ആരും മറന്നിട്ടില്ല. കർഷക സ്നേഹമാണ് സാധാരണക്കാരുടെയും പട്ടികപ്പാവങ്ങളുടെയും പാർട്ടിയാണ്. കർഷക സ്നേഹമാണത്. ശരി, രതീഷ് പറയാനുള്ളത് കൂടി. അതെ, പെട്രോളിന്റെയും ഡീസലിന്റെയും
വില നിയന്ത്രണം GST-യിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അവരുടെ വകുപ്പുകളുമാണ്. അത് തീരുമാനമെടുത്തിട്ട് അത് നടപ്പിലാക്കുവാൻ GST-യിൽ ഉൾപ്പെടുത്താൻ അവർ തീരുമാനമെടുത്ത് ആരൊക്കെയാണ് എതിര് പറഞ്ഞത് എന്ന് ചോദിക്കാതെ അതിനാൽ അത് ചെയ്യാതെ GST-യിൽ ഉൾപ്പെടുത്തും, ഞങ്ങൾ കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും GST നടപ്പിലാക്കാത്തത് എന്ന് പറയുന്നത് രാഷ്ട്രീയ വിവരക്കേടാണ്. രാഷ്ട്രീയ വിവരക്കേടാണ്. ഒന്ന്. രണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും പെട്രോള് കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴാണ് പെട്രോൾ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴാണ് വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് കൊടുത്തത് എന്ന് പറയുമ്പോ ഏത് കമ്പനികൾക്കാ കൊടുത്തത്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും IPCL-ഉം ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഒക്കെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ? ആ സ്ഥാപനങ്ങളിൽ പറഞ്ഞത് എന്താ? പെട്രോളിന്റെ വിലക്കയറ്റം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോ കൂടാനും കുറയുമ്പോ പെട്രോൾ വില കുറയ്ക്കാനും വേണ്ടിയായിരുന്നു ഞങ്ങൾ തീരുമാനമെടുത്തത്. ഒപെക് രാജ്യങ്ങൾ ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം നടന്നു. ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം കുറച്ചതുമൊക്കെ ചരിത്രബോധമുള്ളവർക്കറിയാം. അല്ലാതെ കോൺഗ്രസിനെ കുറ്റം പറയാൻ മലമ്പുഴയ്ക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഏറെയുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആവേശകരമായ അന്തരീക്ഷത്തിൽ മലമ്പുഴയിൽ ജനസഭ തുടരുകയാണ്. വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം മൈക്ക് കിട്ടുന്നത് എവിടെയാണ്? ഒരു മിനിറ്റ്. BJP പ്രതിനിധിയോടാണ് ചോദ്യം. BJP പ്രതിനിധിയുടെ ചോദ്യം. നിങ്ങൾ കൊടുത്തൊരു ഉറപ്പ് തന്നെയാണ് നമുക്കും അറിയാനുള്ളത്. അതായത് 5 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ കൊടുത്ത് ഉറപ്പ് പറയണത് 50 രൂപയ്ക്ക് പെട്രോൾ തരാൻ പറഞ്ഞത്. വീണ്ടും പെട്രോളിന്റെ കാര്യം പറയേണ്ട അവസ്ഥ പറയുന്നത് ഇവിടെ കൂലിപ്പണിക്കിന് പോണ, കമ്പനിക്ക് മാസപ്പണിക്ക് പോണ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. പണ്ട് ദിവസം 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതിയെങ്കിൽ ഇന്ന് അത് 80 രൂപയ്ക്ക് അടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത്തരത്തിൽ സിലിണ്ടറിന് 2 മാസത്തിനുള്ളിൽ 250 രൂപ കൂടി. ഞങ്ങളുടെ മാസ ശമ്പളം വർദ്ധിച്ചിട്ടില്ല, ദിവസക്കൂലി വർദ്ധിച്ചിട്ടില്ല. ഇത് പാവങ്ങളുടെ ഇടുത്തി വീഴുന്ന ഒരു രീതിയാണ്. ഇത് ബീഹാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ 25 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 5 പൈസ പോലും കൂട്ടാതെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് 5 ദിവസമായിട്ട് 1 രൂപ പോലും നയാ പൈസ കൂട്ടിയില്ല. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് തടുത്തു നിർത്താനും അത് കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ലക്ഷങ്ങളുടെ 25% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് നികുതി 15% കുറച്ചത് നിങ്ങളാണ്. ആ നിങ്ങൾ അധികാരത്തിൽ വന്നത് പാവങ്ങളുടെ പട്ടിണി അകറ്റാനാണ്, കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്ദകുമാർ, നിങ്ങൾക്ക് പിടിച്ചു നിർത്താനാകുമോ വിലവർധന? അല്ല, ഇതില് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തയ്യാറാണെങ്കിൽ GST-യിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിലയൊക്കെ കുറയും. അതൊന്നും അല്ല, അത് വരും. അല്ല ഒരു മിനിറ്റ് അടുത്ത ചോദ്യത്തിന് അതുകൂടി മറുപടി പറയാം. നിങ്ങൾക്ക് കിട്ടേണ്ട, കേരളത്തിന് കിട്ടേണ്ട 1 രൂപ പോലും ഒരു വ്യക്തത നിങ്ങൾ പറയണ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനം BJP ആണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. അതിൽ GST കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര വകുപ്പ് മന്ത്രികളും മറ്റും സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് മന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ ധനവകുപ്പ് മന്ത്രിമാര് BJPന്റെ കീഴിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാസ്സാക്കാൻ കഴിയുന്നില്ല? കേരളത്തിന്റെ ഒരു അഭിപ്രായം. ഞാൻ നേരത്തെ ഐക്യകണ്ഠേനമായുള്ള തീരുമാനമാണ് GST കൗൺസിലിൽ. അതുകൊണ്ടാണ് അവിടെ തടസ്സം എന്ന് പറഞ്ഞത്. അതില് ഈ പറയുന്ന സംസ്ഥാനങ്ങളും കൂടിയും ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നമുക്കത് പാസ്സാക്കാവുന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങള് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞോളൂ, GST-യിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. GST ഉൾപ്പെടുത്താൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില GST-യിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞതാ. പറയട്ടല്ല, ഇത് 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ ഒരു വാളും സ്വർണവും വേല നടത്താൻ കൊണ്ടുപോകണമെന്ന് പറയുമ്പോ അത് കൊണ്ടുപോകണമെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റിന്റെ അനുമതി വേണം എന്ന് പറയുമ്പോ ആരാ ആ ട്രസ്റ്റ് ചോദിക്കുമ്പോ ഞാനും അപ്പനും സുഭദ്രയും ആണ് എന്നാണ്. അതേപോലെ GST നടപ്പിലാക്കേണ്ടത് ആരാ എന്ന് ചോദിക്കുമ്പോ അത് ആരാ ചോദിക്കുമ്പോ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് BJP, ഈ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി BJP എല്ലാം ആയിട്ട് പോലും അവർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന നയമാണ്.
സുഭദ്രയായിരുന്നു 2014 മുമ്പ്. ഇപ്പൊ അത് മാറി, ഇത് 2021. ഇതിന് ഇപ്പൊ ഒരു ഭരണം നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാത്തതിന്റെ കാരണം. ശരി, സുഭാഷ് ചന്ദ്രബോസിന് മറുപടിയുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന് മറുപടിയുണ്ട്. എനിക്ക് മറുപടിയുണ്ട്. ഇവിടെ GST നടപ്പിലാക്കാൻ തുടക്കം കുറിച്ചത് ആരാ? കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. നിങ്ങളാണ് തുടക്കം കുറിച്ചത്. അതിന്റെ ഗുണം ആർക്ക് കിട്ടി? BJPക്ക് കിട്ടിയോ? കോൺഗ്രസിന് കിട്ടിയോ? നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ രണ്ട് കൂട്ടരും ഞാനെന്റെ കാര്യം പറഞ്ഞോട്ടെ എന്ന് പറയുന്ന ഒരു നയത്തിലേക്ക് BJP വന്നപ്പോ കോൺഗ്രസ് പറഞ്ഞത് എന്താ? എല്ലാത്തിനും ഒരു നികുതി ഇനത്തിൽ നികുതി കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള മൻമോഹൻ സിംഗ് അതാ പറഞ്ഞത്. അതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്തത് BJP പണിയാണ്. അതിലൊക്കെ അദ്ദേഹത്തിന് നയം വിശദീകരിച്ചു കഴിഞ്ഞു. ഇറങ്ങി നിൽക്കൂ പ്ലീസ്. അടുത്തയാൾ ചോദിക്കട്ടെ. അടുത്തയാൾ ചോദിക്കൂ. ചോദ്യം ചോദിച്ചാൽ മതി. അദ്ദേഹം കോർപ്പറേറ്റുകൾ വിറ്റഴിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നയം വിശദീകരിച്ചു. താങ്കളുടെ ചോദ്യത്തിന് മുമ്പ് തന്നെ പറയുന്നത് അനുസരിക്കൂ പ്ലീസ്. അടുത്ത ചോദ്യം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നിങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദ്യം. സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം തൊട്ട് ഇന്ന് വരെ താങ്കളുടെ പ്രസ്ഥാനമാണ് ഈ മലമ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. നമ്മുടെ തൊട്ടടുത്ത മലമ്പുഴയിൽ 20 കിലോമീറ്റർ നടക്കണം റിംഗ് റോഡ് ഇതുവരെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന് ചെയ്തിട്ടില്ല. 2, കുടുംബ പഞ്ചായത്തില് കുട്ടികൾ പാളയത്തേക്ക് പോണത്, പാളയത്ത് നിന്ന് തിരിച്ച് കുടുംബത്തിലേക്ക് വരുന്നത് ചങ്ങാടം കെട്ടിയിട്ടാണ്. താങ്കളുടെ പ്രസ്ഥാനമാണ് ഇവിടെ പ്രതിനിധീകരിച്ചത്. 3, വാളയാറിൽ പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടു. താങ്കളുടെ പ്രസ്ഥാനം എന്ത് പറഞ്ഞു? ഒപ്പമുണ്ട് അമ്മയോട്. ആ അമ്മ തലമുണ്ടനം ചെയ്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മയോട് ഈ കേരളത്തിലെ സഹോദരിമാരോട്, അമ്മമാരോട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്താ പറയാനുള്ളത്? ശരി, പ്രസക്തമായ ചോദ്യങ്ങളാണ്. 3 ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഇവിടെ റിംഗ് റോഡ്, ആ റിംഗ് റോഡിന്റെ തടസ്സം ആരാണെന്ന് ഷൺമുഖൻ അറിയാം. ചോദ്യകർത്താവാണെങ്കിലും BJPയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. 2 നേതാക്കന്മാരാണ് ആ സ്ഥലം വിട്ടുകൊടുക്കാത്തത്. ഒന്ന് കോൺഗ്രസിന്റെ നേതാവ്, മറ്റൊന്ന് BJPയുടെ നേതാവ്. സ്ഥലം വിട്ടുകൊടുക്കാത്തത് വെറുതെ നിങ്ങൾ പറയരുത്. സ്ഥലം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ആ റോഡ് പൂർത്തിയായി. 2 ആളുകൾ. പിന്നെ രണ്ടാമത് മലമ്പുഴ ഡാമാണെങ്കിൽ മലമ്പുഴ അല്ല, ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഇപ്പോ മലമ്പുഴ ഡാമിന്റെ ഉള്ളിൽ കൂടെയാണ് മറ്റേ ഫ്ലൈ ഓവർ കൊണ്ടുപോകുന്നത്. ഇവര് സ്ഥലം വിട്ടുകൊടുക്കാത്തതുകൊണ്ട് അത് തീരുമാനമായി ടെൻഡറായി. ഇതൊരു മുട്ടാപ്പോക്ക് നയമാണ്. കഴിഞ്ഞില്ല. എത്ര കാലം നിങ്ങൾ പോയ പ്രാവശ്യം ഇത് തന്നെയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ അവർകൾ ഇവിടെ മുഖ്യമന്ത്രിയായി ഈ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധിയായി മുഖ്യമന്ത്രിയായി വന്നപ്പോഴും തിരിച്ച് ഭരണപരിഷ്കാര ചെയർമാനായി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു റിംഗ് റോഡ് ഇപ്പൊ പൂർത്തിയാക്കുന്നു. ഈ സമയം വരെ പൂർത്തിയായിട്ടില്ല. അവിടെ കല്ലിട്ടതായിട്ട് ഞങ്ങൾക്ക് ശരി, ആ റിംഗ് റോഡിൽ മറുപടി. റിംഗ് റോഡ് കോൺഗ്രസിന്റെ തലയിലേക്ക് അതിന്റെ ഭാണ്ഡം കെട്ടിവെക്കണ്ട. അതെ, സ്വപ്നമാണ് ഇവർ പറഞ്ഞത്. 1967 മുതൽ ഇന്ന് വരെ മലമ്പുഴ പ്രതിദാനം ചെയ്യുന്ന CPIM-ന് അവിടെ ഒരു റിംഗ് റോഡ് കൊണ്ടുവരാൻ കഴിയാതെ അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാപ്പരത്വം. ശരി, വാളയാറിലെ കുടുംബത്തിന് നീതി കിട്ടിയോ എന്ന ഒരു ചോദ്യം കൂടി ഉയർന്നിട്ടുണ്ട്. അതിന്റെ മറുപടിയിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം
ഇടവേളയ്ക്ക്